Hi friends, welcome to my YouTube channel H Media. Max Beginner to Advanced Tutorials in 85th lesson. This lesson is Code Remesher and Auto Retopology plugin introduced. ZBrush software we models create 3DsMax import a high polygon count on models. We use plugin used our model detailing low polygon model. നമുക്ക് ഈ ഒരു പ്ലഗിൻ എങ്ങനെ യൂസ് ചെയ്യാം, എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാമെന്നൊക്കെ ഈ ഒരു വീഡിയോയിലൂടെ ചെക്ക് ചെയ്യാം. ZBrushൽ സ്കൾപ്റ്റ് ചെയ്ത ഒരു മോഡലാണിത്. ഈ ഒരു മോഡലിനെയാണ് നമ്മൾ 3DsMaxലേക്ക് ഇമ്പോർട്ട് ചെയ്തുകൊണ്ട് കോഡ് റീമെഷർ എന്ന റീടോപ്പോളജി മോഡിഫയർ യൂസ് ചെയ്തുകൊണ്ട് പോളിഗൺ കൗണ്ട് റെഡ്യൂസ് ചെയ്യാൻ പോകുന്നത്. വളരെ ഹൈ പോളിഗൺ കൗണ്ടിലാണ് ഇപ്പോൾ ഈ ഒരു മോഡൽ ഉള്ളത്. നമുക്ക് ഈ ഒരു മോഡലിനെ 3DsMaxലേക്ക് ഇമ്പോർട്ട് ചെയ്യാം. നമ്മൾ ഈ ഒരു മോഡൽ 3DsMaxലേക്ക് ഇമ്പോർട്ട് ചെയ്തിരിക്കുകയാണ്. നമുക്ക് ഇതിന്റെ പോളിഗൺ കൗണ്ട്സ് ഇവിടെ കാണാവുന്നതാണ്. വളരെ ഹൈ പോളിഗൺ കൗണ്ട്സ് ആണ് ഇതിനുള്ളത്. നമുക്ക് ഇതിനെ കോഡ് റിമെഷർ എന്ന ഒരു പ്ലഗിൻ യൂസ് ചെയ്തുകൊണ്ട് ലോ പോളിഗൺ ആയി കൺവേർട്ട് ചെയ്യാം. നമുക്ക് ഈ ഒരു 3DsMaxന്റെ ടൂൾ ബാറിൽ കോഡ് റിമെഷറിന്റെ നമുക്ക് ഈ ഒരു ഐക്കൺ ഇവിടെ കാണാവുന്നതാണ്. ഞാൻ ഈ ഒരു പ്ലഗിൻ ഇവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഓപ്പൺ ചെയ്യുകയാണ്. ടാർഗറ്റ് കോഡ് കൗണ്ട് എന്ന ഈ ഒരു ഓപ്ഷനിൽ നമുക്ക് എത്ര പോളിഗൺ കൗണ്ട് ആണ് ഇതിൽ റെഡ്യൂസ് ചെയ്യേണ്ടതെങ്കിൽ ആ ഒരു കൗണ്ട് നമുക്ക് ഇവിടെ കൊടുക്കാവുന്നതാണ്. വളരെ ഹൈ പോളിഗൺ ആയിട്ടുള്ള ഒരു മോഡലാണ് നമുക്ക് ഇവിടെ ലഭിച്ചിരിക്കുന്നത്. നമുക്ക് 5000 തന്നെ ഈ ഒരു ടാർഗറ്റ് കോഡ് കൗണ്ടിൽ സെറ്റ് ചെയ്യാം. നമുക്കിവിടെ എഡ്ജ് ലൂപ്പ് കൺട്രോൾസിൽ ഡിറ്റക്ട് ഹാർഡ് എഡ്ജസ് ബൈ ആംഗിൾ എന്ന ഈ ഒരു ഓപ്ഷൻ ഇതിൽ എനേബിൾ ആയിട്ടുള്ളതായി കാണാവുന്നതാണ്. നമുക്ക് ഈ ഒരു ഓപ്ഷൻ എനേബിൾ ചെയ്ത് വെച്ചുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു റീമെഷ് ഇറ്റ് എന്ന ഈ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാവുന്നതാണ്. നമുക്ക് ഈ ഒരു റീമെഷ് ഇറ്റ് എന്ന ഈ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ട്രൈ ചെയ്യാം. നമ്മൾ റീമെഷ് ചെയ്യുന്ന ഒബ്ജക്റ്റിന്റെ പോളിഗൺ ലെവൽസ് അനുസരിച്ചാണ് ഇതിന്റെ കൺവേർട്ടിംഗ് ടൈം എടുക്കുന്നത്. നമുക്കിത് കൺവേർട്ട് ആകുന്നത് ഇവിടെ നിന്ന് കാണാവുന്നതാണ്. നമുക്കിത് അത്യാവശ്യം ഫാസ്റ്റ് ആയി തന്നെയാണ് കൺവേർട്ട് ആയിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ ഈ ഒരു ഓട്ടോ റീടോപ്പോളജി മോഡിഫയർ യൂസ് ചെയ്തുകൊണ്ട് ഇതിനെ കൺവേർട്ട് ചെയ്ത് ലോ പോളിഗൺ ആയി സെറ്റ് ചെയ്തിരിക്കുകയാണ്. ഇതുപോലെ നമ്മളുടെ ആവശ്യത്തിനനുസരിച്ച് ZBrush തുടങ്ങിയ സോഫ്റ്റ്വെയറുകളിൽ നിന്ന് കൊണ്ടുവരുന്ന മോഡൽസിനെ പോളിഗൺ കൗണ്ട് റെഡ്യൂസ് ചെയ്തുകൊണ്ട് ലോ പോളിഗൺ ആയി മാറ്റി 3DsMaxലേക്ക് യൂസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. നമുക്കൊരു മിസ്ലീനിയസ് എന്ന ഈ ഒരു ഓപ്ഷനിൽ XYZ ആക്സിസിൽ സിമ്മെട്രി അവൈലബിൾ ആണെന്ന് നമുക്കിവിടെ കാണാവുന്നതാണ്. നമുക്ക് ഈ ഒരു XYZ ആക്സിസുകളിൽ ഏത് ആക്സിസിൽ വേണമെങ്കിലും ഇതിനെ സിമ്മെട്രി ആയി സെറ്റ് ചെയ്തുകൊണ്ട് റീമെഷ് ചെയ്യുവാൻ ഇതിലൂടെ സാധിക്കുന്നതാണ്. അടുത്തായി നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഈ ഒരു ടെക്സ്റ്റ് ഇവിടെ കാണാവുന്നതാണ്. ഈ ഒരു ടെക്സ്റ്റിന്റെ സെഗ്മെന്റ്സ് പരസ്പരം കണക്ഷൻ ഇല്ലാതെയാണ് ഇവിടെ ലഭിച്ചിരിക്കുന്നത്. ഇനി നമുക്ക് ഈ ടെക്സ്റ്റിന്റെ അഡ്ജസ്റ്റ് സ്മൂത്ത് ചെയ്യുന്നതിനായി ടർബോ സ്മൂത്ത് അപ്ലൈ ചെയ്തുകൊണ്ട് ചെക്ക് ചെയ്യാം. നമുക്ക് ഇങ്ങനെയാണ് ഇതിന്റെ റിസൾട്ട് ലഭിക്കുന്നത്. നമ്മൾ ഈ ഒരു സെഗ്മെന്റ്സിന്റെ കണക്ഷൻ ഇല്ലാത്തതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു ടർബോ സ്മൂത്ത് അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ഇതുപോലെ ലഭിക്കുന്നത്. നമുക്ക് ഈ ഒരു ടർബോ സ്മൂത്ത് ഇതിൽ നിന്ന് ഡിലീറ്റ് ചെയ്യാം. ഇനി ഈ ഒരു മോഡലിനെ നമുക്ക് ഈ ഒരു കോഡ് റിമെഷർ യൂസ് ചെയ്തുകൊണ്ട് ഇതിന്റെ പോളിഗൺ ഫ്ലോ റീമെഷ് ചെയ്തുകൊണ്ട് ട്രൈ ചെയ്യാം. ഞാൻ ഈ ഒരു റീമെഷ് ഇറ്റ് എന്ന ഈ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുകയാണ്. നമുക്ക് ഇതുപോലെ ഈ ഒരു പോളിഗൺ ഫ്ലോയിൽ ഇത് കൺവേർട്ടായി ഇവിടെ ലഭിച്ചിരിക്കുകയാണ്. നമ്മുടെ ഓരോ സെഗ്മെന്റ്സിനും ഇതുപോലെ നമുക്ക് ഇവിടെ കണക്ഷൻ ലഭിച്ചിരിക്കുകയാണ്. ഇനി നമുക്ക് ഈ ഒരു മോഡലിലേക്ക് ടർബോ സ്മൂത്ത് അപ്ലൈ ചെയ്തുകൊണ്ട് ചെക്ക് ചെയ്യാം. ഞാൻ ഈ ഒരു മോഡിഫയറിൽ നിന്ന് ടർബോ സ്മൂത്ത് ഇതിലേക്ക് അസൈൻ ചെയ്യുകയാണ്. നമ്മൾ ഈ ഒരു ടർബോ സ്മൂത്ത് അപ്ലൈ ചെയ്തപ്പോൾ നമുക്ക് ഇതുപോലെ സ്മൂത്തായി ഈ ഒരു മോഡൽ ഇവിടെ ലഭിച്ചിരിക്കുകയാണ്. ഇങ്ങനെ നമ്മളുടെ ആവശ്യാനുസരണം നമുക്ക് ഏതൊരു മോഡലിനെയും റീമെഷർ യൂസ് ചെയ്തുകൊണ്ട് പോളിഗൺ ഫ്ലോ കറക്റ്റ് ചെയ്യാനും ലോ പോളിഗൺ ആയി കൺവേർട്ട് ചെയ്യാനും ഒക്കെ ഈ ഒരു കോഡ് റീമെഷർ യൂസ് ചെയ്യാവുന്നതാണ്. ഈ ഒരു പ്ലഗിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്യുന്നതാണ്. അവിടെ നിന്ന് ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഇതിന്റെ 30 days ട്രയൽ വെർഷൻ ഡൗൺലോഡ് ചെയ്ത് യൂസ് ചെയ്യാവുന്നതാണ്. ഡൗൺലോഡ് ചെയ്തതിന് ശേഷം നമുക്ക് എങ്ങനെ ഈ ഒരു പ്ലഗിനെ ഇൻസ്റ്റാൾ ചെയ്യാം, എങ്ങനെ ഒരു ബട്ടണായി ക്രിയേറ്റ് ചെയ്യാമെന്ന് ചെക്ക് ചെയ്യാം. ഞാൻ ഡൗൺലോഡ് ചെയ്ത പ്ലഗിനാണ് നമ്മളിവിടെ കാണുന്നത്. നമുക്ക് ഈ ഒരു പ്ലഗിൻ
3dsMaxലേക്ക് ഇൻസ്റ്റാൾ ചെയ്യുന്നതിനായി ഇതിനെ ഡ്രാഗ് ചെയ്തുകൊണ്ട് നമ്മുടെ വ്യൂ പോർട്ടിലേക്ക് ഡ്രോപ്പ് ചെയ്യാവുന്നതാണ്. നമ്മൾ ഡ്രാഗ് ചെയ്ത് ഡ്രോപ്പ് ചെയ്ത ഉടനെ തന്നെ നമുക്കിതുപോലെ കോഡ് റിമെഷർ നമുക്കിവിടെ ഇൻസ്റ്റാൾ ആയതായി ഈ ഒരു മെസ്സേജ് ഇവിടെ കാണാവുന്നതാണ്. ഇനി നമുക്കിതിൽ ഓക്കെ പ്രസ് ചെയ്യാം. അതിനുശേഷം ഇതൊരു ബട്ടനായി ആഡ് ചെയ്യുന്നതിനായി നമുക്ക് കസ്റ്റമൈസ് യൂസർ ഇൻ്റർഫേസ് എന്ന ഈ ഒരു ഓപ്ഷൻ ഓപ്പൺ ചെയ്യാം. ഇതിൽ ടൂൾസിൽ കാറ്റഗറിയിൽ എക്സോസൈഡ് എന്ന ഈ ഒരു കാറ്റഗറി നമുക്ക് സെലക്ട് ചെയ്യാം. ഈ ഒരു കോഡ് റിമെഷറിൻ്റെ ഈ ഒരു വെർഷൻ നമുക്കിവിടെ കാണാവുന്നതാണ്. നമുക്കിത് സെലക്ട് ചെയ്തുകൊണ്ട് നമ്മുടെ ടൂൾ ബാറിലേക്ക് ഡ്രാഗ് ചെയ്തുകൊണ്ട് ഡ്രോപ്പ് ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് ഈ ഒരു ടൂൾ ബാറിൽ നിന്ന് കോഡ് റിമെഷർ ആക്സസ് ചെയ്തുകൊണ്ട് യൂസ് ചെയ്യാവുന്നതാണ്. ഇത്രയാണ് ഈ ഒരു വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത്. അടുത്ത വീഡിയോയിലൂടെ വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോകൾ നിങ്ങളിലേക്ക് എത്താനായി സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക.